മലയാളികളുടെ ദൗർബല്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിലൂടെ ഒരു ഹ്യൂമർ വർക്കൗട്ട് ചെയ്ത് അത് സ്വന്തം അഭിനയിച്ച് അപ്പം അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുന്ന അങ്ങനെ ഒരു എന്താ പറയുക ഒരു മോക്കിംഗ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെ മലയാളികളെ ഉദ്ദേശിച്ച് മലയാളികളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തിരുന്ന ഒരു നടൻ. ആ നടനിൽ നിന്ന് പിന്നീട് ആ നടനിൽ നിന്ന് പിന്നീട് അത്യാവശ്യം ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സ്പേസിലുള്ള ഒരു ക്യാരക്ടർ വന്നാൽ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പിന്നീട് വന്നാൽ അത് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ശ്രീനിവാസൻ നിന്ന് ഒരുപാട് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നാൽ അത് ഭയങ്കര ഫ്രഷ് ആണ്. കാരണം ഒരുപാട് കോമിക്കൽ ക്യാരക്ടേഴ്സ്, ഒരുപാട് എക്സാജറേറ്റഡ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് മുന്നേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം മെച്യൂർഡ് സ്പേസിലുള്ള ഒരു ക്യാരക്ടർ ആൾ ചെയ്താൽ അത് ഭയങ്കര ഫ്രഷ്നെസ് തരുന്നത്, അത് ഭയങ്കര ഫ്രഷ് സ്പേസിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു സിനിമയാണ് ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്തിട്ടുള്ള കലാധരൻ എന്നുള്ള ആൾ സംവിധാനം ചെയ്ത ശ്രീനിവാസൻ, ജഗദീഷ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയുള്ള ലെജൻഡറി ആക്ടേഴ്സൊക്കെ ഒരുമിച്ച് വന്നിട്ടുള്ളൊരു സിനിമ. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരുടെ പേര് ഓർമ്മ വരുന്നില്ല. ഇതിന് കുറച്ച് മുന്നേ കണ്ട പടം കൂടിയാണ്. പക്ഷേ സ്റ്റിൽ അത് ഭയങ്കര ഫ്രഷാണ്, ഒരു അടിപൊളി സിനിമയാണ്. ശ്രീനിവാസൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്, നല്ലൊരു എന്താ പറയുക ഐ പ്ലീസിങ് സിനിമയാണ്, ഒരു ഹാർട്ട് പ്ലീസിങ്. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ വാക്കാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അങ്ങനെയുള്ളൊരു സിനിമയാണ് നെറ്റിപ്പട്ടം എന്നിട്ടുള്ള ശ്രീനിവാസൻ്റെ സിനിമ. ടോട്ടലി നല്ലൊരു സിനിമയാണ് ഈ നെറ്റിപ്പട്ടം എന്നുള്ളൊരു സിനിമ. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അതിലൊരു ജഗദീഷിൻ്റെ ഒരു പ്രസംഗം ഈ അടുത്തെങ്ങാണ്ട് അത്യാവശ്യം റീൽസിൽ കണ്ടിട്ടുണ്ട്. പോസിബിളി മിക്ക ആൾക്കാരും ആ റീലും കണ്ടിട്ടുണ്ടാവും. നമുക്കത് ഫുട്ടേജ് ഇട്ടാൻ പറ്റില്ല, കോപ്പറേറ്റിൻ്റെ പ്രശ്നം കാരണം. ഇതിൽ തന്നെ ഒരുപാട് ഇതിൽ തന്നെ സട്ടിലായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്കൊക്കെ ഉണ്ട്. വളരെ സിനിമയാണ്, അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ആ ക്യാരക്ടർ, അത്രയ്ക്ക് എന്താ പറയുക, ആ ക്യാരക്ടറിൻ്റെ ഒപ്പം നമ്മളും അങ്ങനെ ആയിപ്പോവും. ആ കൈൻഡ് ഓഫ് പരിപാടിയാണ് അതിൽ റൊമാൻറ്റിക് ട്രാക്ക്. മാത്രമല്ല അതിൽ ഫീൽ ഗുഡ് ആയിട്ടുള്ള സ്പേസുകളുണ്ട്, അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള സ്പേസുകളുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് പറയാൻ തോന്നുന്നത്. മാത്രമല്ല ഒരുപാട് ഇതിപ്പം പത്മരാജൻ്റെ സിനിമകളാണെങ്കിലോ അല്ലെങ്കിൽ ഭരതൻ്റെ സിനിമകളാണെങ്കിലോ, വിത്ത് റെസ്പെക്റ്റ് ആണ്, പേര് മെൻഷൻ ചെയ്തെന്നുള്ളൂ, ഇങ്ങനെയുള്ള എല്ലാ ലെജൻസിൻ്റെ സിനിമകളാണെങ്കിലും സ്റ്റിൽ അതിനൊരു ടൈംലെസ് പരിപാടി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇപ്പോഴും ഒരു ക്ലാസിക്കുകളായിട്ടും അവരൊരു ലെജൻസ് ആയിട്ടും നമ്മൾ കാണുന്നത്. സ്റ്റിൽ ശ്രീനിവാസനിൽ നിന്ന് അധികം ഉണ്ടാവാത്ത ഒരു മെച്യൂർഡ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് 80s തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ. ശ്രീനിവാസൻ പിന്നീട് ഒരുപാട് സിനിമകളിൽ മെച്യൂർഡ് ആയിട്ടുള്ള സംഭവം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ 80s ശ്രീനിവാസൻ കൂടുതലും ഇങ്ങനെയുള്ള 80s 90s ആ ഒരു പഴയ സമയത്ത്, ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ, തുടക്കം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ടൈമിൽ, ആ ഒരു പീരീഡിൽ ശ്രീനിവാസൻ ഒരുപാടും ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കോമഡി വർക്ക് ചെയ്തിട്ടുള്ള അത്യാവശ്യം കോമിക്കൽ ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ടൈം ഫ്രെയിമിൽ വന്നിട്ടുള്ള ശ്രീനിവാസൻ്റെ ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് റീവാച്ച് ചെയ്യലുണ്ടല്ലോ കുറേ പഴയ സിനിമകൾ. മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ, ജയറാമിൻ്റെ, ദിലീപിൻ്റെ, ശ്രീനിവാസൻ്റെ, ജഗദീഷിൻ്റെ നമ്മൾ ഒരുപാട് ഇരുന്ന് കാണലുണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അങ്ങനെ സിനിമകളൊക്കെ എടുത്ത് കാണലുണ്ട്. നമ്മുടെ കറികളുടെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം പഴയ ഇങ്ങനത്തെ സിനിമകളുടെ ഓരോ സീക്വൻസുകൾ. അപ്പം പറ്റുന്നവരൊക്കെ ഈ നെറ്റിപ്പട്ടം എന്ന ഈ സിനിമ ഒന്ന് കണ്ടുവെക്കാൻ ശ്രമിക്കണം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയാൻ വേണ്ടി ട്രൈ ചെയ്യണം. എത്ര പേര് കാണുന്നു പോലും എനിക്കറിയാൻ പാടില്ല, കുറച്ച് പേര് കാണുള്ളൂ, വട്ടവർ. അപ്പം